Can you hear me now? Kelkamo? Yes. So what we were telling is that a story about the fox and the grapes, isn't it? Yeah. So what is fox? Have you heard the word fox? Fox എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? കുറുക്കൻ അല്ലേ? Then grapes. എന്താ grapes എന്ന് പറഞ്ഞാൽ? Have you seen grapes? Have you eaten? കഴിച്ചിട്ടുണ്ട്. grapes കണ്ടിട്ടില്ലേ? grapes എന്ന് പറഞ്ഞാൽ എന്താ? മുന്തിരി അല്ലേ? മുന്തിരിങ്ങ. ഓക്കെ. അപ്പൊ മുന്തിരി കഴിച്ചിട്ടില്ലേ നിങ്ങള്? കഴിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഫോക്സിന്റെയും ഗ്രേപ്സിന്റെയും ഒരു സ്റ്റോറിയാ. നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. സോ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ട് ഒരു സ്ഥലത്ത് there was a fox. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ഫോക്സ് ഉണ്ടായിരുന്നു. It lived in the forest. അപ്പൊ ഈ ഫോക്സ് എവിടെയാ താമസിച്ചത്? എവിടെയാ? In the forest അല്ലേ? എന്താ ഫോറസ്റ്റിന്റെ പ്രത്യേകത? അവിടെ എന്താ കുറെ വീടുകളൊക്കെ ഉണ്ടോ ഫോറസ്റ്റില്? ഉണ്ടോ? ഇല്ല അല്ലേ? കാടാണ്. കുറെ മരങ്ങളും കാടുകളും ഒക്കെയാണ് എവിടെയുള്ളത്? ഫോറസ്റ്റിലുള്ളത്. അപ്പോ അങ്ങനെ ഫോറസ്റ്റില് ആരുണ്ടായിരുന്നു? There was a fox. ഓക്കെ. ഒരു ഫോക്സ് ഇങ്ങനെ ഫോറസ്റ്റിൽ ഇങ്ങനെ താമസിച്ചു പോരുമായിരുന്നു. അപ്പോ ഈ ഫോക്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇറ്റ് ലവ്ഡ് ടു ഈറ്റ്. അതിന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഫോക്സിന് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എപ്പ ഭക്ഷണം കണ്ടോ, എവിടെ ഫുഡ് കണ്ടോ, ഫോക്സ് അപ്പാടെ ചാടി വീഴുമായിരുന്നു. സോ ഇറ്റ് lived in the forest and one day it walked along the forest, okay, in between the trees it walked. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണ്ട കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു സ്റ്റോറിയാ മിസ് പറയുന്നേ. ടെക്സ്റ്റ് ബുക്കിൽ ആരും തപ്പണ്ട ഇപ്പൊ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ല, ഇന്ന് ഫസ്റ്റ് ക്ലാസ് അല്ലേ സ്റ്റോറി ക്ലാസ്. അപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ സ്റ്റോറി പറയുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ സെർച്ച് ചെയ്യണ്ട, നിങ്ങൾ കേട്ടിരുന്നാ മതി ഇപ്പൊ. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ മിസ് പറഞ്ഞില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? The fox loved to eat. ഫോക്സിന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. And then one day it was walking in the forest. ഒരു ദിവസം ഫോറസ്റ്റിലാണ് താമസിക്കുന്നത് അല്ലേ? അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നടക്കുമായിരുന്നു. It was just walking around in order to search for its food. ഓക്കെ. എന്തിനാണ് ഫോക്സ് നടന്നത്? ഭക്ഷണം തേടി നടക്കുമായിരുന്നു. ഇങ്ങനെ നടന്നപ്പോ finally it reached in the grape orchard. എന്താണ്? ഒരു മുന്തിരിത്തോട്ടത്തിൽ ഇതെത്തുവാണ്. ഇങ്ങനെ നടന്ന് കാട്ടിക്കൂടി ഇങ്ങനെ നടന്നപ്പോ ലാസ്റ്റ് അത് എവിടെ എത്തിയെന്നറിയോ? ഒരു മുന്തിരി തോട്ടത്തിലെത്തി. അപ്പൊ നോക്കുമ്പോ എല്ലാ മരങ്ങളിലും എന്തുണ്ട്? നല്ല മുന്തിരിക്കുലകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇറ്റ് ലുക്ക്ഡ് വെരി സ്വീറ്റ്. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇതെല്ലാം പഴുത്തതാണ്, നല്ല മധുരം ഉണ്ടാവും എന്നൊക്കെ തോന്നി അല്ലേ? അപ്പോ the fox felt very much to eat this grapes. അപ്പൊ ഫോക്സിന് എന്ത് തോന്നി? ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി അല്ലേ? The fox wanted to eat the grapes. ഫോക്സിന് എങ്ങനെയാണേലും ഈ രണ്ടൊന്ന് ഗ്രേപ്സ് കഴിക്കണമെന്ന് തന്നെ ആഗ്രഹം തോന്നി. Then it walked closer to the tree. അല്ലേ? അതിങ്ങനെ നടന്ന് ആ മുന്തിരി ചെടിയിലേക്ക് ചോട്ടിച്ചെന്നു. It looked up. അത് മരത്തിന്റെ ചോട്ടിൽ ചെന്നിട്ട് മുകളിലേക്ക് നോക്കി. It was too high for the fox to reach. അപ്പൊ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്താണ്? ഇത് വളരെ ഉയരത്തിലാണ് ഉള്ളത് അല്ലേ?
The grapes is hanging too high. ക്ലൗഡ്സിന് പെട്ടെന്ന് ചടി പിടിക്കാൻ പറ്റുന്ന പൊക്കത്തൊന്നും അല്ല, നല്ല ഉയരത്തിലാണ് ഉള്ളത്. ഓക്കെ ഓക്കെ അപ്പോ ലുക്ഡ് അറൗണ്ട്, കുറെ അങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോ എല്ലാ മരത്തിലും നിറയെ എന്തുണ്ട്, നല്ല ഗ്രേപ്സ് ഇങ്ങനെ പഴുത്ത് തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോ as the fox saw these grapes, it felt very much to eat the grapes. ഈ പഴുത്ത് തൂങ്ങി കിടക്കുന്ന മുന്തിരിക്കുലകൾ കണ്ടപ്പോ നമ്മുടെ ഫോക്സ് അച്ഛൻ എന്ത് തോന്നി, എങ്ങനെയും കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് തോന്നുവാ. യെസ്, then what happened, you know? പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? It walked closer to the tree. അത് ട്രീയുടെ അടുത്തോട്ട് ഇങ്ങനെ നടന്നു ചെന്നു. Yes, then it decided to jump. Okay, അപ്പോ വിചാരിച്ചു ഏതായാലും ചാടി പറിച്ചു കളയാം എന്ന് തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ടോ യെസ്, ഇറ്റ് jumped. ഒരു പ്രാവശ്യം ഒന്ന് ചാടി നോക്കി, പക്ഷെ അടുത്തെങ്ങും എത്തിയില്ല. It did not give up. Again it jumped. പിന്നെയും ശക്തി ഉപയോഗിച്ച് പിന്നെയും ചാടി. ഓക്കെ, സ്റ്റിൽ നോട്ട് റീച്ച്ഡ്. എങ്കിലും എത്താൻ സാധിച്ചില്ല. പിന്നെന്താ വിചാരിച്ചേ, പിന്നെയും ജമ്പ് ചെയ്ത് നോക്കാം. ആ പഴയ സ്ഥലത്തോട്ട് മാറിപ്പോയിട്ട് ഓടി വന്ന് വീണ്ടും എടുത്ത് ചാടി നോക്കി. നമ്മുടെ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒക്കെ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. അപ്പോഴും മുകളിലേക്ക് നോക്കുമ്പോ എന്തായാലും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ചാടിയിട്ടൊന്നും പറിക്കാനോട്ട് പറ്റുന്നുമില്ല. അപ്പൊ ഒരുപാട് പ്രാവശ്യം ചാടി നോക്കി, കുറച്ച് പ്രാവശ്യം ചാടിയിട്ട് പിന്നെ അവിടെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ചാടി നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. Then it felt, it understood that it won't be able to reach there. പല പ്രാവശ്യം തൊട്ടില്ല എന്ന് പറഞ്ഞ് ചാടി നോക്കി, പക്ഷെ എത്തുന്നൊന്നുമില്ല. ലാസ്റ്റ് മടുത്തു. It felt tired. അത് മടുത്തു. എന്നിട്ട് എന്താ വിചാരിച്ചേ? Then it gave up the plan. എന്താണ്, പിന്നെ ആ പദ്ധതി തന്നെ അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഏതായാലും കിട്ടത്തില്ല അല്ലേ? കിട്ടത്തില്ല. മുകളിൽ കിടക്കുന്ന മുന്തിരി നല്ല മധുരം ഉള്ളതാണെന്ന് അറിയാം, പക്ഷെ എന്താ ചെയ്യുന്നത്, കഴിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ, കിട്ടത്തില്ല എന്ന് നല്ല ബോധ്യമുണ്ട് അല്ലേ? So it gave up the idea and walked back. എന്നിട്ട് എന്താ ചെയ്തേ? തിരിച്ചു നടന്നു. Okay, as it walked back, it said that, oh, these grapes are very sour. It's not at all sweet. കിട്ടാതെ വന്ന് തിരിച്ചു നടന്നപ്പോ എന്താ പറഞ്ഞേ? These grapes are really very sour. It is not at all sweet. ഈ ഗ്രേപ്സ് ഒട്ടും മധുരമുള്ളതല്ല, ഭയങ്കര പുളിയായിരിക്കും. ഭയങ്കര പുളിയാണെന്ന് അങ്ങ് തീരുമാനിച്ചു. ഓക്കെ, കിട്ടുന്നില്ല എന്ന് വന്നപ്പോ കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ? അപ്പോ ലാസ്റ്റ് തീരുമാനിക്കുകയാണ്, ഇറ്റ് ഈസ് വെരി സവർ. സോ ഇറ്റ് ഗേവ് അപ്പ് ദ ഐഡിയ അല്ലേ? Okay, so this is the story about the fox and the grapes. Okay, did you like the story? നിങ്ങൾക്ക് ഇഷ്ടമായോ സ്റ്റോറി? കേട്ടിട്ടുള്ള സ്റ്റോറി അല്ലേ? ഇനി നിങ്ങൾക്കാർക്ക് സ്റ്റോറി പറയാൻ അറിയാം? നല്ല സ്റ്റോറി പറയാൻ അറിയുന്ന ആരാ? ഇഷാനിക്ക് അറിയോ സ്റ്റോറി? ഇഷാനി കൈവക്കുന്നുണ്ടല്ലോ. എന്നാ അൺമ്യൂട്ട് ചെയ്തേ ഇഷാനി, ഞങ്ങൾ ഇന്ന് കേൾക്കട്ടെ സ്റ്റോറി.
ചെയ്യ. ഒരു ദിവസം ഒരു കാട്ടില് കാക്കയും എലിയും മാനും ഉണ്ടായിരുന്നു. ഒരു 3 ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം വേട്ടക്കാരുടെ കെണിപ്പെട്ടപ്പോ കാക്കയ്ക്ക് എനിക്ക് സങ്കടമായി. കാക്ക അത് കണ്ടപ്പോ എലീനെ കൊത്തിയെടുത്തോണ്ട് പോയി. അത് കണ്ടി എലി ആ വല കേറി മാനിനോട് പറഞ്ഞു, എലി ആനെ ഓടിക്കാന്ന്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞല്ലോ ഷാനി. നല്ല മോളല്ലേ, നല്ലപോലെ പറഞ്ഞു. ഗുഡ്, വെരി ഗുഡ്. ഷാനി നന്നായിട്ട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും അറിയാമോ? ലുബാബ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്ത് ലുബാബ. കണ്ട് പിന്നെ എലിയും പിന്നെ മാനും കാക്കയും ഉണ്ടായി. അപ്പൊ മാനിനൊരു വേട്ടക്കാരൻ ഇട്ടോണ്ട് പോയി. അപ്പൊ കാക്ക വേഗം എലീനെ എടുത്തിട്ട് വില മുറിക്കാൻ വിട്ടു. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ചെങ്ങായി നന്നായ കണ്ണാട വേണ്ട. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയണോ സ്റ്റോറി? ഉമർ ജഫർ ആണോ ഹാൻഡ് റൈസ് ചെയ്തത് ഇപ്പോ? ഹെയിൽജ അവിടെ കൈവക്കി കാണിക്കുന്നുണ്ടല്ലോ. ഹെയിൽജ അൺമ്യൂട്ട് ചെയ്തേ മോനെ. പറഞ്ഞോ പറഞ്ഞു. അവർ രണ്ടുപേരും ഓട്ടമത്സരം വെച്ചു. അതിൽ ആമ പതുക്കെ മുയൽ വേഗത്തിൽ ഓടാൻ പറ്റും. അപ്പൊ മുയൽ ഓടിച്ച് എത്തുമ്പോ ഉറങ്ങിക്കാൻ വിചാരിച്ചു. എന്നിട്ട് കാട്ടിന്റെ അവിടെ ഉറങ്ങി. ആമ എന്നിട്ട് ജയിച്ചു. അപ്പൊ മുയൽ എന്നിട്ട് നോക്കുമ്പോ ആമയുടെ കാണാനില്ല. അപ്പൊ മുയൽ അങ്ങോട്ട് നോക്കുമ്പോ മുയലൊക്കെ ആമേനെ കാണുന്നുണ്ട്. അപ്പൊ ആമ ജയിച്ചേക്കുന്ന കാണുന്നുണ്ട്. മുയലിന്റെ അഹങ്കാരം കൊണ്ട് കാട്ടിയാട്ട് പോയി. നന്നായി കേട്ടാ, നല്ലോണം പറഞ്ഞല്ലോ. എടുക്കാൻ ഓടിപ്പോയോ സ്റ്റോറി കഴിഞ്ഞപ്പോഴത്തേക്കും? കാണാനില്ലല്ലോ. ഉണ്ട് അവിടെ അല്ലേ. ഓക്കെ, മിടുക്കൻ. ഓക്കെ, വേറെ ആർക്കെങ്കിലും അറിയാവോ? ഫാത്തിമ മെഹ്റീൻ കൈവക്ക് നിൽക്കുന്നയാണോ, ശ്രദ്ധിക്കുന്നയാണോ? അൺമ്യൂട്ട് ചെയ്തോ. പണ്ട് ഒരു കാട്ടിൽ ഐസ്ക്രീമും ടൊമാറ്റോ ഒണിയനും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവര് 3 പേരും നടക്കുന്നുണ്ട്. നെരിയന്മാര് വന്നു. ഐസ്ക്രീം ചത്തോ. ടൊമാറ്റോ വിഷമിച്ച് ഒണിയനും ടൊമാറ്റോയും എനിക്ക് പിന്നെ നടന്നു. രണ്ട് കുട്ടികൾ ടൊമാറ്റോന്റെ തലക്ക് പോണ്ടേ. ടൊമാറ്റോ തന്നു. അത് കണ്ട്
ഓണിയനെ വിഷമിച്ചിട്ട് അതാണെന്ന് പറഞ്ഞ് ആ ഞാൻ മരിക്കുമ്പോ ഉം, ഇനി ആര് വരുന്ന് കരയും. ഉം. അപ്പം ദൈവം പറഞ്ഞ് ഉം. ഉള്ളി മുറിക്കുമ്പോ കരയും. ആ നല്ല സ്റ്റോറിയാണല്ലോ, നന്നായിട്ട് പറഞ്ഞല്ലോ, മിടിക്കേട്ടോ, ഗുഡ് ഗേൾ. ഓക്കെ, മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഇഷാനി, ഓക്കെ. മുഹമ്മദ് ഷാഹൽ, ഏദൻ ജെ മാത്യു, ലുബാബ, ഏദൻ തോമസ്, ഫാത്തിമ മെഹ്റീൻ, ആദിഷ്, ഉമർ ജഫർ, ആദിശ്രീ, ഷെൻജോ, ഓക്കെ. ഇനി ആർക്കെങ്കിലും സ്റ്റോറി പറയാനുണ്ടോ? ഓക്കെ, മിസ് ഇവിടെ പറഞ്ഞ സ്റ്റോറി നിങ്ങൾ പഠിച്ചോ? എന്തായിരുന്നു സ്റ്റോറിയുടെ പേര്? എ ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ്. എന്തായിരുന്നു എന്ന് പറഞ്ഞേ? എ ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ് അല്ലേ? യെസ്. എന്താ ഹേൽജോയ്ക്ക് സ്റ്റോറി കേട്ടിട്ടാണോ ഭയങ്കര ചിരി വരുന്നേ? ആ, ഫോക്സ് ആൻഡ് ദ ഗ്രേപ്സ് അല്ലേ? ഫോക്സിന് എന്ത് ഇഷ്ടായിരുന്നു? ഗ്രേപ്സ് ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പൊ ഗ്രേപ്സ് കഴിക്കാൻ പോയി നോക്കിയപ്പോ പറിക്കാൻ കിട്ടുന്നില്ല അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? ഈ ഗ്രേപ്സ് സവറാന്ന് പറഞ്ഞു. സവർ എന്ന് പറഞ്ഞ എന്താ? പുളിയല്ലേ? അപ്പൊ ഈ ഗ്രേപ്സിന് ഭയങ്കര പുളിയാണെന്ന് പറഞ്ഞു. ഓക്കെ then. Okay. Okay then we will wind up. ടാറ്റാ. അടുത്ത ക്ലാസ്സിൽ ഇനി അടുത്ത ദിവസം കാണാവേ, മൺഡേ കാണാവേ കേട്ടോ. മൺഡേയിൽ എല്ലാവരും ക്ലാസ്സിൽ കയറണേ കേട്ടോ. ഓക്കെ.